நம சிவாய வாழ்க. நாதந்தே பாதம் வாழ்க. நம சிவாய வாழ்க. നാഥന്റെ പാദം വാഴ്ക. മാണിക്യവാചക സ്വാമിയുടെ തിരുവാചകത്തിലെ അടുത്ത പാഠലിലേക്ക് നാം പ്രവേശിക്കുന്നു. വേദങ്ങൾ നാലിനും നീ ഏകനെ കരുത്തെന്നും നായയിലും ഹീനനെ ഞാനെന്ന് നന്നായി അറിഞ്ഞോൻ, എന്നിട്ടും ഞാൻ ഭവാന്റെ ഭക്തനെന്നൊതിയിടുന്നോ എന്നെ നീ അതേ മട്ടിൽ കൈതന്ന് അണച്ചുവല്ലോ. മർത്യവേഷം പൂണ്ടൊരി പേയല്ലാതീ ജഗത്തിൽ ഉത്തമമാരുമില്ലേ നിൻ മഹത്പദം നൽകാൻ. അപ്പോൾ മാണിക്യവാചകസ്വാമി പറയുകയാണ്, നായയേക്കാൾ ഹീനമായ ജീവിതം നയിക്കുന്ന എന്നെ അങ്ങയുടെ മഹത് പദം നൽകി എന്നെ അനുഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ വളരെ നിസ്സാരനായ, ഒട്ടും അർഹതയില്ലാത്ത എന്നെപ്പോലും അല്ലയോ ഭഗവാൻ അങ്ങയുടെ മഹത് പദം നൽകി എന്നെ അനുഗ്രഹിച്ചുവല്ലോ. എത്രയോ മഹാന്മാർ ഈ നാട്ടിലുണ്ട്. എന്നെ നീ അതേ മട്ടിൽ കൈതന്നണച്ചുവല്ലോ. മർത്യവേഷം പൂണ്ടൊരു പേയായിട്ടുള്ള എന്നെയാണല്ലോ നീ അങ്ങ് അനുഗ്രഹിച്ച് എനിക്ക് മുക്തി നൽകിയത്. അപ്പോൾ എത്രയോ മഹാന്മാർ ഈ ഭൂമിയിലുണ്ട്. അവരുടെ അടുത്തേക്കൊന്നും അങ്ങയുടെ ശ്രദ്ധ പോയില്ല. പോയത് ഈ നിസ്സാരനായ എൻ്റെ അരികിലേക്കാണ്. അപ്പോൾ എൻ്റെ നിസ്സാരമായ ജീവിതം നയിക്കുന്ന എന്നെപ്പോലും അങ്ങ് മഹത്പദം നൽകി അനുഗ്രഹിച്ചല്ലോ എന്നാണ് പറയുന്നത്. വേദങ്ങളിൽ നാലിലും നീ ഏകനെ കരുത്തനെന്നും പറയുന്നു. വേദങ്ങൾ നാലും നിന്നെ ഏകനെന്ന് പറയുന്നു. ഏകനായ നിന്നെ 4 വേദങ്ങളും പുകഴ്ത്തുന്നു. കരുത്തനെന്നും പറയുന്നു. അങ്ങനെയുള്ള അല്ലയോ ഭഗവാനെ, അങ്ങ് നായയിലും ഹീനനാം എന്നെ നന്നായി അറിഞ്ഞേൻ, എന്നിട്ടും ഞാൻ ഭവാന്റെ ഭക്തനെന്ന് ഓതിയിടുന്നു. അപ്പോൾ ഏറ്റവും നിസ്സാരമായ ജീവിതം നയിക്കുന്നവനാണ് ഞാനെന്ന് അങ്ങയ്ക്കറിയാം. എന്നിട്ടും അങ്ങ് എന്നെ അങ്ങയുടെ ഭക്തൻ എന്ന് അംഗീകരിച്ചല്ലോ. അത് അത്ഭുതം തന്നെയാണ്. നീ എന്നെ അതേ മട്ടിൽ കൈതന്ന് അണച്ചുവല്ലോ, എന്നെ ആലിംഗനം ചെയ്തുവല്ലോ, എന്നെ സ്വീകരിച്ചുവല്ലോ, എന്നെ ആൾക്കൊണ്ടല്ലോ എന്നാണ് ഇവിടെ മാണിക്യവാചകർ പറയുന്നത്. അപ്പോൾ താൻ നിസ്സാരരിൽ വച്ച് നിസ്സാരനാണെന്നും ആ നിസ്സാരനായ തന്നെ ഭഗവാൻ കൈക്കൊണ്ട് അനുഗ്രഹിച്ചു എന്നും ഉള്ള അത്ഭുതം കൂറുകയാണ് ഇവിടെ മാണിക്യവാചകർ. എത്രയോ നിസ്സാരമായ ഒരു ജീവിതമാണ് ഞാൻ നയിക്കുന്നത്. അങ്ങയോടുള്ള ഭക്തി പോലും എനിക്ക് അത്രയേറെയൊന്നുമില്ല. എന്നിട്ടും അല്ലയോ ഭഗവാൻ, വേദങ്ങൾ പുകഴ്ത്തുന്ന 4 വേദങ്ങളും പുകഴ്ത്തുന്ന ഏകനും കരുത്തനുമായിട്ടുള്ള അല്ലയോ ഭഗവാൻ, അവിടുന്ന് എന്നെ കൈക്കൊണ്ടുവല്ലോ, എന്നെ ആൾക്കൊണ്ടുവല്ലോ എന്നോർക്കുമ്പോൾ ഞാൻ അത്ഭുതപരതന്ത്രനായി പോകുന്നു. അപ്പോൾ അങ്ങ് എന്തൊരു കരുണയാണ് എന്നോട് കാണിച്ചത് എന്നാണ് പറയുന്നത്. ശിവഭഗവാൻ കാരുണ്യവാനാണ്. ഇല്ലെങ്കിൽ ഒരിക്കലും എന്നെ സ്വീകരിക്കുമായിരുന്നില്ല.
ഇത്രയേറെ നിസ്സാരമായൊരു ജീവിതം നയിച്ച, നായയ്ക്ക് തുല്യമായൊരു ജീവിതം നയിച്ച എന്നെ, മർത്യവേഷം പൂണ്ട ഒരു ജീവിതം നയിക്കുന്ന എന്നെ അല്ലയോ ഭഗവാൻ അവിടുന്ന് കൈക്കൊണ്ടുവല്ലോ, അങ്ങയുടെ പാദം എനിക്ക് നൽകിയല്ലോ, എന്നെ ആൾക്കൊണ്ടുവല്ലോ, ഇതിൽ പരമൊരു മഹാത്ഭുതം എനിക്കില്ല. അപ്പോൾ ഏറ്റവും നിസ്സാരനായ തന്നെ പോലും സ്വീകരിച്ചു എന്നാണ് മാണിക്യവാചകർ പറയുന്നത്. അപ്പോൾ മറ്റ് ഭക്തന്മാരുടെ കാര്യം പറയാനുണ്ടോ? അങ്ങനെയും ഒരു ധ്വനിയുണ്ട്. അതായത് ഒരു ഭക്തിയുമില്ലാത്ത നായയെപ്പോലുള്ള ജീവിതം നയിച്ച, മർത്യവേഷം പൂണ്ട ജീവിതം നയിക്കുന്ന എന്നെപ്പോലും അങ്ങ് ഭക്തനായി സ്വീകരിച്ചുവെങ്കിൽ അങ്ങ് ലോകത്തിലെ സകല മനുഷ്യരെയും സകല ജീവജാലങ്ങളെയും തൻ്റെ അടിയാനാക്കി തീർക്കുമല്ലോ എന്നാണ് ഇവിടെ മാണിക്യവാചകർ പറയുന്നത്. അപ്പോൾ ആ 4 വേദങ്ങളും പുകഴ്ത്തുന്ന അല്ലയോ ഭഗവാനെ, ഏകനായുള്ള ഭഗവാനെ, കരുത്തനായുള്ള ഭഗവാനെ, അങ്ങ് മർത്യവേഷം പൂണ്ടൊരു പേയല്ലാതെ ഈ ജഗത്തിൽ ഉത്തമമാരുമില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഈ നിസ്സാരനായ എത്രയോ ഉത്തമന്മാരുണ്ട്. ആ ഉത്തമന്മാർക്ക് പോലും അദ്ദേഹം ദർശനം കൊടുത്തിട്ടില്ല. മർത്യവേഷം പൂണ്ട ജീവിതം നയിക്കുന്ന, നായയെപ്പോലെയുള്ള ജീവിതം നയിക്കുന്ന എന്നെ അങ്ങ് പാദം നൽകി അനുഗ്രഹിച്ച് എന്നെ ആൾക്കൊണ്ടല്ലോ എന്നാണ് മാണിക്യവാചകർ പറയുന്നത്. അപ്പോൾ ഇത്രയേറെ നിസ്സാരനായ തന്നെ ഭഗവാൻ അത്യധികമായ കാരുണ്യം കൊണ്ടാണ് സ്വീകരിച്ചതെന്നാണ് പറയുന്നത്. കരുണയിൽ വച്ച് കരുണയുള്ളവനാണ് ഭഗവാൻ. അതുകൊണ്ട് ഏറ്റവും നിസ്സാരനായ എന്നെപ്പോലും അങ്ങ് കൈക്കൊണ്ടുവല്ലോ എന്നാണ് പറയുന്നത്. ഇനിയടുത്ത ഭാഗം നോക്കൂ. കന്മഷഹീനം രത്നശൈലമേ പിതാവേദൻ ജന്മമാറ്റിയിടാൻ വന്ന് അടുത്തോരെ എന്നെ പുണർന്നോനെ, ആശയിൽപ്പെട്ട് നിന്നിട്ടും നിൻ ഭക്തൻ എന്നെ എന്ന വേഷം ചമഞ്ഞോരെന്നെ കൈക്കൊണ്ടെത്ര വിചിത്രം. ഭക്തൻ്റെ വേഷം കൈക്കൊണ്ട എന്നെ അങ്ങ് സ്വീകരിച്ചത് എത്ര വിചിത്രമായിരിക്കുന്നു. അങ്ങെങ്ങനെയുള്ളവനാണ്? കന്മഷഹീനൻ, ഒട്ടും കന്മഷമില്ലാത്തവൻ, മാലിന്യമില്ലാത്ത നിഷ്കളങ്കനായ രത്നശൈലമാണങ്ങ്. ആ വിശേഷണം നോക്കൂ, രത്നങ്ങളുടെ ശൈലമാണങ്ങ്. ആ രത്നശൈലമുള്ള പിതാവാണങ്ങ്. അങ്ങനെയുള്ള അങ്ങ്, ജഗത്തിൻ്റെ മുഴുവൻ പിതാവായ അങ്ങ്, ജന്മമാറ്റിയിടാൻ വന്നടുത്തോരെ പുണർന്നിടുന്നോനെ, ജന്മമില്ലാതാക്കാൻ, ജനിമൃതികളില്ലാതാക്കാൻ വന്ന് എന്നെ പുണർന്നല്ലോ. ആശയാൽ പെട്ട് നിന്നിട്ടും പല പല ആഗ്രഹങ്ങളാൽ, പല പല കാമനകളാൽ ജീവിതാസക്തിയിൽ പൂണ്ടുകിടക്കുന്ന എന്നെപ്പോലും അങ്ങ്, ഭക്തനെന്ന വേഷം ചമഞ്ഞിരിക്കുന്ന എന്നെ അങ്ങ് കൈക്കൊണ്ടുവല്ലോ എന്നാണ് പറയുന്നത്. അപ്പോൾ കന്മഷഹീനനായ രത്നശൈലമായ ജഗത്പിതാവായ അല്ലയോ ഭഗവാൻ, അങ്ങ് എന്നെ, ആശയിൽപ്പെട്ട് കിടക്കുന്ന എന്നെ, ഭക്തൻ്റെ വേഷം ചമഞ്ഞ എന്നെ അങ്ങ് കൈക്കൊണ്ടത് എന്തൊരു കരുണയാണ് കാണിച്ചതങ്ങ്. മഹാകാരുണ്യം കൊണ്ടാണ് ഈ നിസ്സാരനായ എന്നെ അങ്ങ് സ്വീകരിച്ചത്. വെണ്മയോ ചുവപ്പോ നിൻ വർണ്ണമെന്നൊന്നും തന്നെ നിർണയിക്കാനാവാതെ പലതായി ഇരിപ്പോൻ നീ, അണുവിന് അണുവായോൻ, ചിന്തയിൽപ്പെടാതുള്ളോൻ നീയേ, നിൻ അരൂപത്തെ കാട്ടി തന്ന് എനിക്കതിൽ നിന്മലർ പാദം കാട്ടി ഗതികെട്ട് നിന്നൊരെൻ്റെ ജന്മത്തെ
നിന്നെ വർണ്ണിക്കുവതെങ്ങനെ? എൻ്റെ പാപങ്ങളിൽ നിന്ന് എന്നെ മുക്തനാക്കി, ജനിമൃതികളിൽ നിന്ന് എന്നെ മുക്തനാക്കിയ അല്ലയോ ഭഗവാൻ, അങ്ങേ ഞാൻ എങ്ങനെയാണ് വർണ്ണിക്കുക? വെണ്മയോ ചുവപ്പോ നിറം നിൻ വർണ്ണമെന്ന് ഒന്നും തന്നെ നിർണയിക്കാനാവാതെ പലതായിരിപ്പോ നീ പലതായിരിക്കുന്നു. നിന്നെ നിർണയിക്കാൻ, നീ ഏകനാണ് എന്നറിയാമെങ്കിലും ആ ഏക സ്വരൂപത്തെ, അരൂപത്തെ എനിക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. വെണ്മയാണോ നീ, അതോ വെളുപ്പാണോ നീ, ചുവപ്പാണോ എന്നറിയില്ല. അതായത് വെളുപ്പും ചുവപ്പും കലർന്ന നിറമാണ് നിൻ്റേത്. വെണ്മ എന്നുള്ളത് ശിവത്വവും ചുവപ്പ് എന്നുള്ളത് ശക്തിത്വവുമാണ്. അങ്ങനെ ശിവശക്തികളുടെ നിറമാണ് വെണ്മയും ചുവപ്പും. ആ വെണ്മയും ചുവപ്പും ഏതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ശിവശക്തികൾ ലയിച്ചിരിക്കുന്ന അല്ലയോ ഭഗവാനെ, അങ്ങേ പലതായിരിപ്പോ നീ പലതായിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ പല പല രൂപങ്ങളിൽ നീ സ്ഥിതി ചെയ്യുന്നു. അങ്ങനെ പല പല രൂപങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന നീ പിന്നെ അണുവിനണുവായോൻ, അണുവിലും അണുവാണ് നീ. അണോരണിയാൻ, നീ അണുവിലും അണുവാണ്. ചിന്തയിൽപ്പെടാതുള്ള, ചിന്ത കൊണ്ട് നിന്നെ കാണാൻ ഒരിക്കലും കഴിയില്ല. നീയേ നിൻ അരൂപത്തെ കാട്ടിത്തന്ന എനിക്കതിൽ നിൻ്റെ അരൂപത്തെയും രൂപത്തെയും എനിക്ക് കാണിച്ചു തന്നു. അപ്പോൾ രൂപമുള്ള നിന്നെയും രൂപമില്ലാത്ത നിന്നെയും എനിക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോൾ രൂപാരൂപിയായ അല്ലയോ ഭഗവാൻ, അങ്ങേ എനിക്ക് കാണാൻ കഴിഞ്ഞത് അങ്ങയുടെ മഹാ അനുഗ്രഹം കൊണ്ടാണല്ലോ. നിന്മലർ പാദം കാട്ടി ഗതികെട്ട് നിന്ന എൻ്റെ ജന്മത്തെ തീർത്ത നിന്നെ ഞാൻ എങ്ങനെ വർണ്ണിക്കും? അങ്ങനെ നിൻ്റെ പാദമലർ എനിക്ക് കാട്ടിത്തരികയും ഗതികെട്ട എന്നെ നീ ജനിമൃതികളിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്ത ഭഗവാനെ, അങ്ങേ ഞാൻ എങ്ങനെയാണ് വർണ്ണിക്കുക എന്നാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു ലക്ഷണമോ അടയാളമോ ഗുണമോ രൂപമോ പറയാനാവാതെ അരൂപിയായിരിക്കുന്ന നിന്നെപ്പറ്റി എന്ത് പറഞ്ഞാലും തെറ്റിപ്പോകാനേ സാധ്യതയുള്ളൂ. അഴിവറ്റ നിൻ്റെ നിർഗുണ സ്വരൂപത്തെ തന്നെ നീ കാണിച്ചു തന്നു. അങ്ങനെ നിൻ്റെ നിർഗുണ സ്വരൂപത്തെയും സഗുണ സ്വരൂപത്തെയും, രണ്ട് രൂപത്തെയും എനിക്ക് കാണിച്ചു തന്നു. അപ്പോൾ നിൻ്റെ നിർഗുണ സ്വരൂപത്തെ കാണുവാൻ ആർക്കും കഴിയില്ല. എന്നിട്ടും ആ നിർഗുണ സ്വരൂപത്തെ അല്ലയോ ഭഗവാൻ അങ്ങ് എനിക്ക് കാണിച്ചു തന്നു. അതുപോലെ സഗുണ രൂപത്തെയും അല്ലയോ ഭഗവാൻ അങ്ങ് എനിക്ക് കാണിച്ചു തന്നു. അപ്പോൾ ഞാൻ എത്ര വലിയ ഭാഗ്യവാനാണ്. കാരണം സാധാരണക്കാരിൽ വച്ച് സാധാരണക്കാരനായ എനിക്ക്, നായയെപ്പോലുള്ള ഒരു നിസ്സാര ജീവിതം നയിക്കുന്ന എനിക്ക്, ആശാപാശങ്ങളിൽ പെട്ട് കഴിയുന്ന എനിക്ക് അല്ലയോ ഭഗവാൻ അങ്ങയുടെ നിർഗുണ സ്വരൂപത്തെ എനിക്ക് കാണിച്ചു തന്നല്ലോ. അതേപോലെ സഗുണ രൂപത്തെയും അങ്ങ് എനിക്ക് കാണിച്ചു തന്ന് എന്നെ അനുഗ്രഹിച്ചല്ലോ. അങ്ങയുടെ കാരുണ്യത്തെ ഞാൻ എങ്ങനെയാണ് വാഴ്ത്തിപ്പാടുക? എനിക്ക് വാക്കുകളില്ല, പറയാൻ വാക്കുകളില്ല. കാരണം അങ്ങയുടെ മഹാകാരുണ്യത്തിൻ്റെ മുമ്പിൽ ഞാനിതാ നമിക്കുന്നു. ആ മഹാകാരുണ്യം കൊണ്ടാണ് അങ്ങ് എന്നെ ജനിമൃതികളിൽ നിന്ന് രക്ഷിക്കുന്ന ആ നിർഗുണ രൂപത്തെ എൻ്റെ മുമ്പിൽ കാണിച്ച് തന്നത്. അപ്പോൾ നിർഗുണ രൂപത്തെ തനിക്ക് കാണാൻ കഴിഞ്ഞു, അതേപോലെ സഗുണ രൂപത്തെയും തനിക്ക് കാണാൻ കഴിഞ്ഞു എന്ന് മാണിക്യവാചകർ ഇവിടെ പറയുന്നു. അതായത് ഒരു ശിവഭക്തനെ സംബന്ധിച്ചിടത്തോളം ആ ശിവഭക്തൻ്റെ ആത്മാർത്ഥതയാണ്, കരളുരുകുന്ന ആ ഹൃദയവേദനയാണ്. ആ വേദന കണ്ട് ശിവൻ അരൂപിയായി അല്ലെങ്കിൽ രൂപത്തോടു കൂടി ആ ഭക്തൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ മാണിക്യവാചകർ നമുക്ക് ഉറപ്പ് തരികയാണ്,
ഏറ്റവും നിസ്സാരനായ തനിക്ക് പോലും ഭഗവാന്റെ നിർഗുണ രൂപത്തെ കാണിച്ചു തന്നു. നിർഗുണ രൂപത്തെ കാണുക എന്നുള്ളത് വളരെ വളരെ പ്രയാസമേറിയ കാര്യമാണ്. ആ നിർഗുണ സ്വരൂപത്തെ അല്ലയോ ഭഗവാൻ അങ്ങ് എനിക്ക് കാണിച്ചു തന്നല്ലോ. അപ്പോൾ നമുക്ക് കിട്ടുന്ന വലിയൊരു അനുഗ്രഹവാചസ്സാണിത്. അതായത് സാധാരണക്കാരിൽ വെച്ച് സാധാരണക്കാരായ നമുക്ക് ശിവഭക്തി ഒന്നുകൊണ്ട് മാത്രം ശിവൻ്റെ സ്വരൂപത്തെ, നിർഗുണ രൂപത്തെ പോലും കാണാൻ ഒരു പ്രയാസവുമില്ല. നിറഞ്ഞ ഭക്തി മാത്രം മതി. അപ്പോൾ ഏകാന്തവും തീവ്രവുമായ ശിവഭക്തി കൊണ്ട് ശിവനെ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷനായി വരുത്താൻ നമുക്ക് കഴിയും. ഇതൊരു വലിയ അനുഗ്രഹവചസ്സാണ്. കാരണം നമ്മുടെ മുമ്പിൽ ശിവൻ പ്രത്യക്ഷപ്പെടുക തന്നെ ചെയ്യുമെന്ന് നമുക്ക് മാണിക്യവാചകർ ഉറപ്പ് തരുന്നു. കാരണം അദ്ദേഹം ആശാപാശങ്ങളിൽ കെട്ടുഴലുന്നവനായിരുന്നു. അങ്ങനെ നായയെപ്പോലുള്ള നിസ്സാര ജീവിതം നയിക്കുന്നവനായിരുന്നു. അങ്ങനെയുള്ള മാണിക്യവാചകർ പറയാണ്, അങ്ങനെയുള്ള എനിക്ക് പോലും ഭഗവാന്റെ നിർഗുണ സ്വരൂപത്തെ കണ്ടറിയാൻ കഴിഞ്ഞു, എന്നിൽ അദ്ദേഹത്തിൽ ലയിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ നമുക്കും തീർച്ചയായിട്ടും ശിവസാമീപ്യം ലഭിക്കുക തന്നെ ചെയ്യുമെന്ന് മാണിക്യവാചകർ ഉറപ്പ് തരുന്നു. അപ്പോൾ തിരുവാചകം പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? തിരുവാചക പഠനത്തിലൂടെ നമ്മുടെ മനസ്സിൽ അതിതീക്ഷ്ണമായ അതിതീവ്രമായ ഭക്തിഭാവം, ശിവഭക്തിഭാവം നിറഞ്ഞു തുളുമ്പും. അങ്ങനെ ശിവഭക്തിഭാവം നിറഞ്ഞു തുളുമ്പുമ്പോൾ അകളങ്കമായ കളങ്കമറ്റ ശിവഭക്തി കൊണ്ട് നമ്മുടെ ഹൃദയം നിറഞ്ഞു കവിയുമ്പോൾ ശിവൻ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് നമ്മെ ജനിമൃതികളിൽ നിന്ന് രക്ഷപ്പെടുത്തും. അങ്ങനെ പരിപൂർണമായി ശിവസല്ലയനം നമുക്ക് ലഭിക്കുന്നു. ചുവപ്പും വെളുപ്പും നിറം ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തവ ശിവനെയാണ് നാം ചുവപ്പായി വെളുപ്പായി ഇവിടെ സഗുണരൂപത്തിലും കാണുന്നു. ശിവനായി ശക്തിയായി നാം ശിവൻ ദർശനം നേടുന്നു. അപ്പോൾ ശിവനെയും ശക്തി സ്വരൂപിണിയായ ദേവിയെയും ഒരേപോലെ സാക്ഷാത്കരിക്കാൻ ഒരു ശിവഭക്തന് ഒരു പ്രയാസവുമില്ല. ആ ശിവ തേജസ്സിന് മുമ്പിൽ നമിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ദിവസത്തേക്ക് വീണ്ടും കാണാം. ഓം ശിവായ നമഃ.